ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കുറച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന മൈനിങ് ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ട്. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലൊന്നാണ് OGC മൈനിങ്. OGC മൈനിങ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ മാസം 31-നും അതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ്, 30-ാം തീയതിയോടുകൂടി. അത് 1 ബില്യനാണ് സപ്ലൈ. അവർ കംപ്ലീറ്റും അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമെന്ന് പറയുന്നത്. വേറെ വേസ്റ്റിംഗ് പീരീഡോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുക. ഈ മാസത്തിൽ വന്നിട്ട് 20 ദിവസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ആക്റ്റീവായിരിക്കുന്നവർക്ക് മാത്രമേ വിഡ്രോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ ഒരു ഐസ് നെറ്റ്വർക്കിൻ്റെ ടെലഗ്രാം ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. ടെലഗ്രാം അല്ല, ഇത് ആപ്ലിക്കേഷനാണ്. ഇവരുടെ 4ാമത്തെ 5ാമത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക. ചിലപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങളെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മെയിലിലേക്ക് ഒരു OTP പോകും. ഒരു 30 സെക്കൻഡിനകത്ത് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് വരുന്ന ഇവിടെ വന്നിട്ട് എൻ്റർ യുവർ നിക്ക് നെയിം. ഇവിടെ ഒരു നിക്ക് നെയിം കൊടുക്കണം. സാധാരണ ഞാൻ എൻ്റെ ഷിബു CR1 എന്ന് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരും അതിനോട് കൂടി 1 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് അതങ്ങ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുക. അവിടെ പിന്നെ കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ പോകാനുണ്ട്. അപ്പോൾ അതിനുശേഷം ഫൈനലി ഈ ഒരു ഇതിൽ വരും. ഇവിടെ വന്നിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ 24 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു അനൗൺസ്മെൻറ്റ് കണ്ടത്. അപ്പോൾ ഇത് പുതിയൊരു മൈനിങ് ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ പുതിയൊരു എയർ ഡ്രോപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആക്ക ഫൈനാൻസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 8 മില്യൺ ആക്ക ടോക്കൺ വന്നിട്ട് ആഗസ്റ്റ് 26 മുതൽ ഒക്ടോബർ 26 വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്രയാണോ നമ്മൾ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 20% TGE ടോക്കൺ ജനറേഷൻ ഇവൻറ്റിന് മുമ്പ് തന്നെ നമുക്ക് ലഭിക്കും. ബാക്കി വന്നിട്ട് ഉള്ളത് 20% വെച്ചിട്ട് നമുക്കൊരു വർഷത്തിനകത്ത് റിട്ടേൺ കിട്ടും. ഓക്കെ, നല്ലൊരു പ്രോജക്റ്റാണ്. സത്തോഷിയിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല. എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സത്തോഷിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. കണ്ടിന്യൂസ്ലി എയർ ഡ്രോപ്പ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സത്തോഷി. അതുപോലെ തന്നെ സീലിയയുടെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മൈനിങ് അവസാനിക്കാറാകുക. 95% കംപ്ലീറ്റ് ആയി ഉടനെ തന്നെ അവസാനിക്കും. പക്ഷേ ഇവരുടെ പ്രീസെയിൽ വലിയ ഒരു ജനപങ്കാളിത്തമൊന്നുമില്ല. അതുകൊണ്ട് വലിയൊരു വാല്യൂ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും വിഡ്രോ കിട്ടാനാണ് സാധ്യത. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് മീം5 വന്നിട്ട് ഒക്ടോബർ 9-ാം തീയതി ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം മീം5യുടെ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പണായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പോയിൻറ്റ്സ് കാണും. ഞാൻ അങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. എങ്കിലും ഇടയ്ക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന 1-2 ഓപ്ഷൻസ് നമുക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പിന്നിൻ്റെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബൂസ്റ്റ്, അതുപോലെ തന്നെ ഏൺ, ഇൻവൈറ്റ്, വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ പ്രൈവറ്റ് കീ ഒക്കെ നഷ്ടമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ സ്പിൻ എന്ന് പറയുന്നത് ഇവിടെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി എത്രയാണോ നിങ്ങളുടെ പോയിൻറ്റ്സ് ഉള്ളത് അത് നിങ്ങളുടെ പോയിൻറ്റ്സ് ഇത് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് സംതിങ് വെൻറ്റ് റോങ് പ്ലീസ് ട്രൈ അഗൈൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓരോന്നായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്തൊന്ന് വയ്ക്കുക. പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഇത് ഓക്കെ ആകും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുക. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നൊരു 45 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെയൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ കഴിയുന്നുള്ള മാക്സിമം കോയിൻസ് ഇപ്പോൾ കളക്ട് ചെയ്യുക. നല്ലൊരു ലിസ്റ്റിംഗ് ആകും എന്നാണ് ഇവർ പറയുന്നത്, ഇവരുടെ അനൗൺസ്മെൻറ്റ് ഞാൻ കണ്ടപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ
മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ലെവലൊക്കെ എൻ്റെ അല്പം കുറവാണ്. നിങ്ങളുടെ ലെവൽ ഒരുപക്ഷെ കണ്ടിന്യൂ ആക്റ്റീവ് ആയിരിക്കുന്നവർക്ക് ലെവലൊക്കെ കുറച്ചുകൂടെ ബൂസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ടെലഗ്രാമിൽ ഇങ്ങനെയുള്ള ടാപ്പ് ടു ഏൺ പ്രോജക്റ്റുകളിൽ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രത്തോളം ടൈം കൊടുക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മടങ്ങിപ്പോകാം. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു അപ്ഡേറ്റാണ് ഡോഗ്സ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ക്ലെയിം ചെയ്യേണ്ട ടൈം അവസാനിച്ചിരിക്കുകയാണ്. ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു, ആ ടൈം അവസാനിച്ചു. അപ്പോൾ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ക്ലെയിം ചെയ്യാനുള്ള ടോക്കൺസ് അവർ ബാൻ ചെയ്ത് കളയത്തില്ല. അവർ പറയുന്നത് ഡോണ്ട് വെറി, യു സ്റ്റിൽ ഹാവ് ഓപ്ഷൻ ക്ലെയിം ടോക്കൺസ് ഓൺ ചെയിൻ എന്ന് പറയുമ്പോൾ അവരുടെ ടെലഗ്രാം വാലറ്റിലേക്ക് ഓൺ ചെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അവർ വീണ്ടും കണ്ടുപിടിക്കും. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഇതിപ്പോൾ ടോക്കൺസ് ഇതിൽ വിഡ്രോ ചെയ്തിട്ടുള്ളൂ, ടെലഗ്രാം വാലറ്റിലേക്കും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വാല്യൂ ഇതിൽ കൂടുതൽ കിട്ടാനാണ് ഒരു സാധ്യത ഞാൻ നോക്കുമ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ് CXIO എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ്ലി നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീസൺ 2 ആരംഭിച്ചിട്ടുണ്ട്. സീസൺ 1 കഴിഞ്ഞു, സീസൺ 2 ആരംഭിച്ചിട്ട്. അപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് മൈനിങ് ആദ്യത്തെ കഴിഞ്ഞു അതേ പുതിയതാണോ സീസൺ 2 ആണ് അതിൻ്റെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മുമ്പ് നടന്നതുപോലെയല്ല, ഇൻ്റർഫേസിൽ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് നടന്നതുപോലെ അല്ല. ഇതിലിപ്പോൾ എനിക്ക് കുറച്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ജോബ് എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺസ് ഇവിടെ ഏണിങ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. പിന്നെ ബാക്കി സാധാരണ കാണുന്ന വാലറ്റ്, മൈനിങ്, ടാസ്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇത് ഫസ്റ്റ് പേജ് ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏണിംഗ് റേറ്റ് കൂടും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് എത്രയാണ് ടോക്കൺസ് ഏൺ ചെയ്തത് അതിവിടെ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ ഭാഗത്താണ് മൈനിങ് പെർ അവർ. ഇത് നമുക്ക് കുറച്ചുകൂടെ കൂട്ടണം. മാക്സിമം എത്രത്തോളം കൂട്ടാൻ കഴിയുമോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഇതിലൊരു ഏണിങ്സ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ മൈൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കാർഡുകൾ വേണമെങ്കിൽ കളക്ട് ചെയ്യാം. മൈനിങ് പവർ, അതുപോലെ ബിസിനസ് സ്പെഷ്യൽ കാർഡുകൾ കളക്ട് ചെയ്യുക അത്ര ഒരു ഈസി ആണെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ലെവൽ 1 എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇതൊന്നും ബൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ 2000 സ്റ്റാറൊക്കെ വേണം. ബാക്കി ടാസ്കുകൾ ചെയ്യാൻ കഴിയുന്നുള്ളത് മാക്സിമം ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ടാസ്കുകൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ടാസ്കുകളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ടാസ്കുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ കുറച്ച് 45 ഒരു ഇൻവൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്ന് നിങ്ങൾ ഇൻവൈറ്റഡ് ആണെങ്കിൽ നിങ്ങളൊരു ടീമായിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത് നേരെ ക്ലെയിം ചെയ്ത് നമുക്ക് മെയിൻ വാലറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് കാണുന്ന ഒന്നാണ് കൺവേർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നിട്ട് ഈ കാണുന്ന നമ്മുടെ ടോക്കണിൽ നിന്ന് നെക്സ്റ്റ് ഈ B എന്ന് പറയുന്ന ഈ ടോക്കണിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ടോക്കൺസിന് വാല്യൂ മറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ തൽക്കാലം ഇത് കൺവേർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ഇതിൽ ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ, എയർ ഡ്രോപ്പ്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നോക്കുക. ഇത് വന്നിട്ട് 2024 ഡിസംബറിന് മുമ്പ് ക്വാർട്ടർ 4 ഇത് ലിസ്റ്റിംഗ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ. ഡോഗ്സ് നിങ്ങളെല്ലാവരും വിഡ്രോ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഡോഗ്സിൻ്റെ ലിസ്റ്റിംഗ് മറ്റു കാര്യങ്ങളാകുന്നതിനനുസരിച്ച് എൻ്റെ ഡയറക്റ്റ് റെഫറലിലുള്ളവർക്ക് ചെറിയൊരു ഗീവ് അവേ ഞാൻ ചെയ്യും. ഒരു 10 പേർക്ക് ഒരു ഗീവ് അവേ ചെയ്യണമെന്നിങ്ങനെ താല്പര്യപ്പെടുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ലിസ്റ്റുണ്ട് ആരൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ലിസ്റ്റിംഗ് ആകുന്നതനുസരിച്ച് ഒരു 10 പേർക്ക് 1000 ടോക്കൺ വെച്ച് ഞാനൊരു ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ ഏർണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.